ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നൊരു സ്കൂളിലെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാവിലത്തെ ഒരു തിരക്ക് പിടിച്ച ഒരു വീഡിയോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് കറികൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചില കറികളൊക്കെ ആക്കിയിട്ട് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കണ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. രാവിലെ ഒരു 4:45 4:50 എണീറ്റിട്ടുണ്ടാവും. ഇപ്പോൾ 5 മണി 5:10 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തൊരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പുറത്ത് വന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ ഇരുട്ടാണ് കേട്ടോ, പുറത്ത് നല്ല ഇരുട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ അടുക്കളയിൽ ഞാൻ ആദ്യം വന്നിട്ട് നിസ്കാരം അതൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ഞാൻ ഇന്ന് പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി മൺപയറില്ലേ അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോവക്ക കായം പട്ടിട്ട് പൊരിക്കാനുള്ളത് കായം പട്ടിട്ട് മസാല ഒക്കെ പട്ടിച്ചിട്ട് ഇന്നലെ തന്നെ ഫ്രിഡ്ജിൽ കായം പട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളെ തേങ്ങ ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇന്ന് മോര് കൂട്ടാൻ കുമ്പളങ്ങ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. കുമ്പളങ്ങ അല്ല, സോറി, വെള്ളരിക്കിട്ട് വെക്കാമെന്ന് പറഞ്ഞാൽ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ, അപ്പോൾ ആ കൂട്ടാൻ വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലായിടത്തും പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് അടുപ്പത്ത് ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പയറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കോവയ്ക്ക മസാല പരട്ടിയിട്ട് കായം പറ്റി വെച്ചിട്ടുള്ളത്. അപ്പോഴേക്കും മീൻകറി തിളച്ചിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് കോവക്ക പൊരിക്കാനുള്ള ഫ്രൈ പാനിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോവക്ക ഇട്ടോട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ കിടന്നിട്ട് മുരിഞ്ഞ് വന്നോളും. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മറിച്ചിട്ട് ഒക്കെ കൊടുത്താൽ അതവിടെ കിടന്ന് മുരിഞ്ഞ് വന്നോളും കേട്ടോ. കോവക്കൊക്കെ ചട്ടിയിലിട്ട് വരുമ്പോഴത്തേന് വെള്ളം പുട്ടിൻ്റെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടുപൊടി നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ നനച്ച പുട്ടുപൊടി പുട്ടും കുറ്റിയിലാക്കിയിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മോരുകറിയും വെള്ളരിയും വെക്കാമെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെള്ളരി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ വെള്ളരിക്ക് വേവാനുള്ള വെള്ളം വെച്ചിട്ട് ഒക്കെ കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോഴേക്കും അവിടെ പയറ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കർ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അവിടെ വെള്ളരിക്ക വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ പുട്ടാവണുണ്ട്. ഒരടുപ്പിൽ വെള്ളരിക്ക വേവാൻ വെച്ചിട്ടുണ്ട്. കോവയ്ക്ക അവിടെ ആവണുണ്ട്. അപ്പോഴേനും ഒരു 6 മണി 6:15 ആയിരിക്കുന്നു. മദ്രസയിൽ പോകാനുള്ളവരൊക്കെ എഴുന്നേൽപ്പിക്കണം. ആ പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അവരെ കുളിപ്പിക്കാൻ ഒരാൾക്ക് മദ്രസ ഉണ്ട്. അപ്പോൾ അയാൾ മദ്രസയിലേക്ക് പോകാനുള്ള പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മദ്രസയിൽ പോക്കൊക്കെ പറഞ്ഞയക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് തേങ്ങ നമുക്ക് വെള്ളരിക്ക് കൂട്ടാൻ വെക്കണ്ടേ, വെള്ളരി മോര് കറിയിലേക്ക് വെക്കാൻ വേണ്ടി തേങ്ങ കുറച്ച് പെരിഞ്ജീരകമല്ല, അതായത് വലിയ ജീരകം 2 ചുമന്നുള്ളി ഇട്ടിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് അതിന് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ മിക്സിയിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് നന്നായി അടിച്ചെടുത്തിട്ട് ഈ തേങ്ങാപ്പാലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ തൈരും തേങ്ങാപ്പാലും ഒക്കെ കൂടി അടിച്ചെടുത്തിട്ടില്ലേ അതിൽ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഈ തൈരും തേങ്ങാപ്പാലും കൂടി ഉള്ളതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ മോര് കൂട്ടാനൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പണ്ടൊക്കെ ആൾക്കാർ മോര് കൂട്ടാൻ നമ്മൾ സാധാരണ മോര് കാച്ചണയിൽ കൂടെ വെള്ളരി ഇട്ടിട്ട് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ചിലർ വേറെ വെക്കുന്നുണ്ടോ. ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേഗം പണി കഴിയാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പോഴത്തേനും അവിടെ വെള്ളരി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ തൈരും ഈ തേങ്ങാപ്പാലും ഒക്കെ കൂടി അടിച്ചെടുത്ത മിക്സറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേനും പുട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പുട്ടൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞ് ഇനി നമ്മൾ ഈ കൂട്ടാൻ്റെ തിള വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്താൽ, അല്ലെങ്കിൽ അത് തിളച്ച് മറിഞ്ഞ് തൈര് പിരിഞ്ഞു പോകും, മോര് പിരിഞ്ഞു പോകും. അപ്പോൾ വെള്ളം പോലത്തെ കറിയാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. തിള വരുമ്പോഴത്തേനും ഇളക്കിയിട്ട് അത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോര് കറി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് കാച്ചിട്ട് അതിൽ നമുക്ക് ആ ചട്ടിയിൽ തന്നെ നമുക്ക് പയറുപ്പേരി താളിക്കാം കേട്ടോ. അപ്പോഴത്തേനും അടുപ്പ് ഒഴിവായപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ ചോറിന് കുക്കറിൽ ചോറിന് വേണ്ടി അരി ഇട്ടിട്ട് അത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ചോറ് വിസിലടിച്ച് ചോറ് ആവുകയും ചെയ്യുമല്ലോ. അപ്പോൾ അടുക്കളയുടെ ഒരു കോലാണ് ഈ കാണുക, ഒരു യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ട്. ഇനി ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
താളിക്കാൻ വേണ്ടി കടുക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില, കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ കണ്ടിട്ടില്ല, വീഡിയോ എടുക്കാൻ മറന്നിട്ടുണ്ട്. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്ന മുളക് ഇട്ടിട്ട് കടുക് വറുത്തിട്ട് നമുക്ക് കറിയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ ചട്ടിയിൽ തന്നെ ഉപ്പേരി തൂമിക്കുക. അതിലേക്ക് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ചുവന്ന മുളകും ഒരു ചതച്ചിട്ട് കൊടുത്തിട്ട് കറിവേപ്പില ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി മൂത്ത് വന്നതിന് ശേഷം പയറ് വെന്തത് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. നന്നായി ഒന്ന് കുറുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് തട്ടിപ്പൊത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നോക്കിയേ, കറി കണ്ട നന്നായി കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതിലും കൂടുതൽ കട്ടിയാവും കേട്ടോ. അപ്പോഴത്തേന് ചോറൊക്കെ വെന്ത് ഞാൻ ഊറ്റി പൊട്ടാൻ വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് തിണ്ണൊക്കെ തുടച്ച് വൃത്തിയാക്കി അടിയിലൊക്കെ ഒന്ന് അടിച്ച് വാരിട്ടാ. കണ്ടില്ല എത്ര നീറ്റായിട്ടൊക്കെ എടുക്കണത്. ഇനി നമുക്ക് ടിഫിൻ ബോക്സിൽ ചോറൊക്കെ ആക്കാം കേട്ടോ. ഒക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വന്നിട്ടുണ്ട്. സമയം ഒരു 7:30 സമയമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ചെയ്ത പണികളാണ് ഇതൊക്കെ. ചോറും പാത്രത്തിൽ കണ്ടില്ലേ, പയറാക്കിയിട്ടുണ്ട്, കറിയാക്കിയിട്ടുണ്ട്, കോവക്ക പൊരിച്ചതാക്കിയിട്ടുണ്ട്. ഈ പയർ വേറെ പാത്രത്തിലാണ് സാധാരണ വെച്ച് കൊടുക്കൽ. ഇവരെ വെജിറ്റബിൾസ് കഴിക്കില്ല, പയറൊന്നും കഴിക്കില്ല. അപ്പം ഇങ്ങനെയാണെങ്കിൽ ടീച്ചർമാരെ പേടിച്ചിട്ട് ഇവർ ചെറിയ 2 ആൾക്കാരും പയറും ഈ മോര് കറിയൊക്കെ കഴിക്കൂട്ടാ. കോവക്ക ഇഷ്ടമാണ്, കോവക്ക എത്ര വെച്ച് കൊടുത്താലും കഴിച്ചോളും. പക്ഷെ മോര് കറിയും ഈ പയറും അങ്ങനത്തെ കറികളൊന്നും ഇപ്പോൾ കഴിക്കാറില്ല. അപ്പോൾ അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവർക്കിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കണത്. അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർമാർ ഇരുത്തിയിട്ടാണ് ഭക്ഷണം കഴിപ്പിക്കുക. അപ്പോൾ ടീച്ചർമാരെ പേടിച്ചിട്ട് അവർ ഈ പച്ചക്കറിയൊക്കെ തിന്നോളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെയാണ് വെച്ച് കൊടുക്കൽ. ഇപ്പോൾ ഞാൻ പച്ചക്കറി തിന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ പണികളാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ടിഫിൻ ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. വലിയ ആൾക്കുള്ളതും മറ്റു 2 പേർക്കുള്ളവർക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം 2ാമത്തെ ആൾ മദ്രസയിൽ പോകുമ്പോഴത്തേന് താഴെ ആൾക്ക് ഇടാനുള്ള ഡ്രസ്സ്, ബനിയനും അതൊക്കെ കൊടുന്ന് വയ്ക്കും. അതുപോലെ തന്നെ ടിഫിൻ ബോക്സൊക്കെ ഇട്ടാനുള്ള ടവലും അതൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടാണ് ആൾ മദ്രസയിൽ പോവുക. അപ്പോൾ 2 ആൾക്ക് ചോറ് കഴിക്കാൻ ടീസ്പൂൺ വേണം. അത് നിർബന്ധമാണ്, ആൾക്ക് സ്കൂളിൽ അത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ചോറ് കെട്ടി വെച്ച് കൊടുക്കണം. സ്പൂണും വെച്ച് കെട്ടിയിട്ട് 3 ആൾക്കും വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോൾ എത്ര പെട്ടെന്നല്ലേ ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞത്. പക്ഷേ ഒരു 5 മണി തൊട്ടിട്ട് ഒരു 7:30 വരെയുള്ള ഒരു പണികളാണ് ഇപ്പോൾ ഈ കാണിച്ചത്, 2-2.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ. അപ്പോൾ തലേ ദിവസം കുറച്ച് പണിയൊക്കെ ചെയ്ത് വെക്കുകയെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി കഴിക്കാം. ഇനിയിപ്പോൾ മീൻ വാങ്ങിയിട്ട് കറി വെക്കാനുള്ള പണിയുള്ളൂ. മറ്റേ പണിയൊക്കെ അടുക്കളയിലത്തെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇതൊക്കെ കെട്ടി കവറിലാക്കി ബാഗിലാക്കി വെച്ച് കൊടുക്കണം. വെച്ച് കൊടുക്കേണ്ടത് അത് അവരൊറ്റയ്ക്ക് വെക്കലാണ്. അപ്പോൾ നേരല്ലെങ്കിൽ എനിക്കിപ്പോൾ സമയമുള്ള കാരണം ഞാൻ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നേരല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ വെപ്പിക്കൂട്ടോ. ഓരോരുത്തർ ചെയ്ത് പഠിക്കട്ടെ വിചാരിച്ചിട്ട്. ഇപ്പോൾ സമയമുള്ള കാരണം ഞാൻ വെച്ച് കൊടുക്കുക. സമയമില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ അത് ടേബിൾ ഇങ്ങനെ കെട്ടി വെച്ച് കൊടുത്താൽ അവരത് ബാഗിലെടുത്ത് വെച്ചോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.